സാഹിത്യകാരൻ നമ്മുടെ ഈ വാർഡിന് ഉണ്ട്. സിദ്ധാര പായ്ക്കാട്, സിദ്ധാര സാഹിബ് പായ്ക്കാടെന്നാണ് അദ്ദേഹത്തെയും അതുപോലെ എല്ലാ രക്ഷിതാക്കളെയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അടിസ്ഥാനത്തില് ആണ് ഈ ബിൽഡിംഗ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിച്ച് ഇത് നമ്മുടെ ഉദ്ഘാടനത്തിന് സ്ഥലത്തെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ദീപനാടുകളാണ്. അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഞാൻ ഇതുപോലെ ഒരു സ്ഥാപനം നടത്തുന്ന ആൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വളരെ പഴക്കമുള്ള 55 മൈൽ നാട്ടുകല്ല് കാരുണ്യ അഗതി മന്ദിരത്തിന്റെ സെക്രട്ടറിയാണ്. ഇങ്ങനെ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആളുകളെയാണ് ഞാൻ ഈ നൂറ്റാണ്ടിലെ ദൈവമായിട്ട് കാണുന്നത്. കാരണം അവരെക്കാൾ വലിയ ആളുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. അവരെയാണ് നമ്മൾ ഏറ്റവും നല്ല ആളുകളായിട്ട് കാണുന്നത്. മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്സോ കേസുകൾ വന്നു, ബാലാവകാശ സംരക്ഷണ നിയമങ്ങൾ വന്നു, ജൂനിയർ ജസ്റ്റിസ് ആക്ട് വന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ചും അവരെ സംരക്ഷിക്കാൻ സമൂഹത്തിനുള്ള പ്രത്യേകതകളെ കുറിച്ചും അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന പനിഷ്മെന്റിനെ കുറിച്ചും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി 24 hours ജാഗരൂകരായിരിക്കുന്ന ഒത്തിരി ആളുകളുടെ വലിയൊരു കൂട്ടായ്മയാണ് കേരളത്തിലുടനീളം. ഒപ്പം ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലും UAE-യിലും എല്ലാം നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ പ്രവർത്തകരുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ മോട്ടോ ചേർത്തുകൊണ്ടിരിക്കും. കുട്ടികളുടെ സംരക്ഷണത്തിനായി നമ്മൾ ആദ്യത്തെ ഒരു മോട്ടോ ആയിരുന്നു സുരക്ഷിത ബാല്യം നമ്മുടെ കടമ. ഈ സുരക്ഷിത ബാല്യം നമ്മുടെ കടമ എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞ നിയമവ്യവസ്ഥകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒത്തിരി സംരക്ഷണങ്ങള് സുരക്ഷിത ബാല്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഒരു അമ്മ മകന് വേണ്ടി ആയുസ് മുഴുവൻ മാറ്റിവെച്ച് ആ മകനാൽ അവസാനിക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ എല്ലാവരും തൊട്ടറിഞ്ഞതാണ്. അതെപ്പോഴും ഉള്ളത് വർഷങ്ങളായി കഴിഞ്ഞിട്ട്, പക്ഷെങ്കിലും അതൊരു ഡീറ്റെയിലായി കിടക്കുകയാണ്. കരുണയുള്ള മനുഷ്യർക്ക് മാത്രമാണ് കാരുണ്യം ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലൊരു കടലുണ്ടായിരുന്നു, അതിപ്പോൾ ശാന്തമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് ഒരു കൂട്ടിയിരിക്കുന്നിടത്ത് ഫസൽ സാർ അതിന്റെ നിയമവശങ്ങളും